അതിൽ 2 പേരുണ്ടായിരുന്നതിൽ ഒരാളിനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. രണ്ടാമത് ആൾ CPR കൊടുത്ത് പ്രാഥമിക പരിചരണം കൊടുത്തിരുന്നെങ്കിൽ ആൾ രക്ഷപ്പെടുക. ഇതുപോലെ ഒരാളിന് അപകടപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഫസ്റ്റ് റെസ്പോണ്ട് എന്ന നിലയിൽ പ്രതികരിക്കുന്നത്. എൻ്റെ പേര് ഷിബു ആണ്. സ്ഥലം അഞ്ചുതെങ്ങ്. ഞാനൊരു മത്സ്യത്തൊഴിലാളി മകനാണ്. കടലിൽ മത്സ്യബന്ധനത്തിന് പോകും. ഈ 2018 പ്രളയം വന്നപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോയിരുന്നു. എനിക്ക് പഠിക്കണമെന്ന് ആദ്യം മറ്റേ ആഗ്രഹം ഉണ്ടായിരുന്നു. കടലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. കടലിന് അടിത്തട്ടും ഇതുപോലുള്ള ഒരു ജോലി സാധ്യതയുള്ളൊരു ഇതായതുകൊണ്ട് അതുപോലെ ഇത് എനിക്ക് പഠിക്കാൻ കൂടുതലായിട്ട് താല്പര്യം ഉണ്ടായെന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് മുതലപ്പൊഴി വഴിയാണ് ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എനിക്കൊരു അനുഭവം അവിടെ വെച്ചിരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. രാത്രി ഞങ്ങൾ മത്സ്യബന്ധനം ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് അപകടപ്പെട്ട് കിടക്കുകയും അതിൽ 2 പേരുണ്ടായിരുന്നതിൽ ഒരാളിനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. രണ്ടാമത് ആൾ കാരണം മരണപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ സമയത്ത് പുള്ളിന് CPR കൊടുത്ത് പ്രാഥമിക പരിചരണം കൊടുത്തിരുന്നെങ്കിൽ ആൾ രക്ഷപ്പെടുകയാണ്. കാരണം ആ സമയത്ത് ഞങ്ങൾ ആളിനെ പൊക്കി വള്ളത്തിൽ കയറ്റി കരയ്ക്ക് വരാനുള്ള റഫ് സമയത്ത് ഞങ്ങൾ കരയ്ക്ക് കൊണ്ടുവന്നിട്ടും അന്നേരം ആംബുലൻസോ CPR കൊടുക്കാനുള്ള പ്രൊഫഷണലായിട്ട് ആൾക്കാർ ഇല്ലായിരുന്നുകൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. കാരണം അതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ പ്രൊഫഷണലാണ്. കാരണം അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഏകദേശം അറിയാം. കാരണം ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ടതാണ് ഏറ്റവും വലിയ മുൻഗണന. 100% ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതും പഠിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളാണ് ഒരു 5 സെക്ഷനായിട്ട് പഠിപ്പിക്കുന്നത്. ലോക നിലവാരത്തിൽ അംഗീകാരപ്പെട്ട ഇത് എന്നുള്ള ഒരു കോഴ്സാണ്. എമർജൻസി ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് പഠിപ്പിച്ചു തരാൻ നല്ല പ്രാപ്തിയുള്ള പ്രൊഫഷണലായിട്ടുള്ള ഇൻസ്ട്രക്ടർമാരാണ് ഈ ബോൺസഭയിലെ ഇൻസ്ട്രക്ടർമാർ. ജീവിതത്തിൽ തന്നെ ഇതുപോലെ ഒരാളിന് അപകടപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഡോക്ടറിനെ പോലെ അല്ലെങ്കിലും ഒരു ഫസ്റ്റ് റെസ്പോണ്ട് എന്ന നിലയിൽ പ്രതികരിക്കുന്നുണ്ട് ചെയ്യുന്നത്.